ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ തുറന്നുപറച്ചിലിൽ ബി.ജെ.പി. നേതൃയോഗത്തിൽ അതൃപ്തി പരസ്യമാക്കി പ്രകാശ് ജാവ്ദേക്കർ എന്ന വാർത്ത വരുന്നു. പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തുവെന്നാണ് വിമർശനം. പാർട്ടി പലരുമായും കൂടിക്കാഴ്ച നടത്തും, അത് തുറന്നു പറയുന്നത് കേരളത്തിൽ മാത്രമാണെന്നും ജാവ്ദേക്കർ വിമർശിച്ചു. എം.ജി. പ്രതീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും. പ്രതീഷ്, നേതൃയോഗം ബി.ജെ.പിയുടെ നേതൃയോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്, തുടരുകയാണ്. അപ്പോൾ ഈ വിമർശനം അത് ഉയരുമെന്ന് നേരത്തെ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പ്രകാശ് ജാവ്ദേക്കർ യോഗത്തിലെടുത്ത നിലപാട്? എന്തായിരുന്നു വിമർശനം? പ്രജിൻ, ബി.ജെ.പി. നേതൃയോഗം തിരുവനന്തപുരത്ത് ഇപ്പോഴും തുടരുകയാണ്. ഈ നേതൃയോഗത്തിലാണ് ശോഭാ സുരേന്ദ്രനെതിരെ കടുത്ത വിമർശനം ഉയരുന്നത്. ഇ.പി. ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് നടത്തിയ പരസ്യ പ്രതികരണത്തിൽ സംസ്ഥാന നേതൃത്വം വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് ചേർന്ന യോഗത്തിൽ സംസ്ഥാന നേതാക്കൾ ശോഭാ സുരേന്ദ്രനെതിരെ വിമർശനം ഉന്നയിക്കുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ദേശീയ നേതാക്കളടക്കം കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അടക്കം ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്റെ അതൃപ്തി പൂർണ്ണമായും പ്രകാശ് ജാവ്ദേക്കർ ഈ യോഗത്തിൽ പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇ.പി. ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ബി.ജെ.പി. പല നേതാക്കളുമായും കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട്, ചർച്ചകൾ നടത്താറുണ്ട്. ഈ ചർച്ചകൾക്ക് ശേഷം അവർ ബി.ജെ.പിയിലേക്ക് വരാറുമുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ നടത്തുന്നത്, തുറന്നു പറയുന്നതെന്നാണ് ഈ പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത്. ഈ കൂടിക്കാഴ്ച ശോഭാ സുരേന്ദ്രൻ എങ്ങനെ അറിഞ്ഞുവെന്നും പ്രകാശ് ജാവ്ദേക്കർ ചോദിക്കുന്നുണ്ട്. ഇത് പാർട്ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി, പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തു എന്നുള്ള അതൃപ്തിയും ഈ യോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ പറയുന്നുണ്ട്. പ്രജിൻ, എം.ജി. പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.